ഇവനിത് എവിടെ പോയി കിടക്കുന്നു? അതെ, കട അവിടെ മലർക്ക തുറന്നിട്ടിട്ട് നീ ഇവിടെ വന്ന് സൊറ പറഞ്ഞിരിക്കുക. ആരെങ്കിലും അതിനകത്തേക്ക് കയറി പോയാൽ പോലും അറിയില്ലല്ലോ. പിന്നെ രണ്ട് സൈഡിലും കാവലത്താണെന്താ സ്വർണ്ണക്കട. സ്വർണത്തേക്കാ വിലയുള്ളതാണ് അതിനകത്തുള്ളത്. അതെന്താണെന്ന് അറിയണമെങ്കിലേ ആദ്യം നീ അക്ഷരങ്ങളുടെ മൂല്യം എന്താണെന്ന് അറിയണം. മഹാത്മാവ് ആരായിരുന്നു ഞാൻ ചോദിക്കട്ടെ, ഈ PK പ്രഭാകരൻ എഴുതിയ ഗാന്ധിജിയെ അടുത്തറിയുക എന്ന പുസ്തകത്തിന്റെ 5000-ഓളം കോപ്പികൾ ആ കടയിൽ കടാച്ചടക്കായി കെട്ടിക്കിടക്കുന്നു. എന്താ ചെലവാകാത്തെ? അതിന്റെ കാരണം എന്താണെന്ന് നാട്ടുകാർക്ക് കാശിന്റെ മൂല്യം അറിയാവുന്നതുകൊണ്ട്. എന്തായാലും സ്വർണ്ണക്കടയേക്കാൾ മൂല്യം ഈ കട നോക്കാൻ പ്രഭാകരൻ വേറെ ആളെ നോക്ക്. ഇപ്പൊ എന്താ അങ്ങനെ തോന്നാൻ? 3-4 മാസം ശമ്പളം കിട്ടിയിട്ട് സുശീല കഴിഞ്ഞാൽ പിന്നെ എന്റെ ഏക വീക്ക്നെസ് കാശ. അത് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വന്നാ പിന്നെ ഞാൻ ആരാ മോനെ? ഈ പഞ്ചായത്തിന്റെ മെമ്പർ. അപ്പൊ പിന്നെ നീയോ ഈ നാട്ടിലെ ഒരേ ഒരു ബുക്ക് സ്റ്റോളിന്റെ MD. അപ്പോഴോ അതിനെ PK പ്രഭാകരൻ ദണ്ഡിയാത്ര വീണ്ടും നടത്തണം. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ താന് തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ടെന്തായി? തോറ്റു തൊപ്പിട്ടില്ലേ? ഇത്തവണ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. നോക്കി നമുക്ക് കാണാടോ. ഒരിക്കലും ഈ നാട്ടുകാർക്ക് ഒരു അബദ്ധം പറ്റി, പക്ഷെ ഇനി അതുണ്ടാവില്ല. അവറാന് വേണ്ടി ബ്രോക്കർ പണിക്ക് നടന്ന താനൊക്കെ ഇപ്പൊ അയാളുടെ പാർട്ടിക്കാരനായിരിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും ചെയ്ത അഴിമതിയുടെ കണക്കുകളൊന്നും പുറത്തു വരാതിരിക്കില്ല മക്കളെ. തെളിവ് സഹിതം വലിച്ചു കയറി പുറത്തിടും ഈ പ്രഭാകരൻ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. സത്യം സത്യം സത്യം. അഴിമതി നടത്തുക എന്നുള്ളത് എന്റെ ജന്മവാസനയാ. അപ്പനപ്പൂപ്പന്മാരായിട്ട് കിട്ടിയിട്ടുള്ളതാ. ജനകീയ ആസൂത്രണം, റോഡ് വികസനം, മണല് വാരല്, അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ പെട്ടിയിൽ 4 പുത്തം വീഴ്ത്തുമ്പോ എന്റെ പെരുവരലിൽ നിന്നൊരു തരിപ്പ് അങ്ങോട്ട് കേറും. എന്റെ വരദാസ, ആ തരിപ്പിന്റെ സുഖം എനിക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ മേനോൻ സാർ ഇന്നലെയും വിളിച്ചിരുന്നു. ആ കോൾപ്പാടം നികത്തി കിട്ടിയ അവിടെ മാലതി സിറ്റി എന്ന പേരിൽ ഒരു വലിയ റെസിഡൻഷ്യൽ വില്ലേജ് ഉണ്ടാക്കാനാ പുള്ളിയുടെ പരിപാടി. എല്ലാ വില്ലകളും NRIസിന് മാത്രം. സ്കൂള്, ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, സൂപ്പർ മാർക്കറ്റ് എല്ലാം അതിനകത്ത് തന്നെ. ഒന്നിനും പുറത്തേക്ക് വരണ്ട. എന്നാ പിന്നെ പഞ്ചായത്ത് ഓഫീസും പോലീസ് സ്റ്റേഷനും കോടതിയും സെക്രട്ടേറിയറ്റും ഒക്കെ അതിനകത്താക്കാം. മാലതി സിറ്റി എന്നുള്ളതിന് പകരം മാലതി സംസ്ഥാനം എന്ന് പേരും വെക്കാം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലേ ഇളയപ്പ? പണ്ട് 100 പറ കണ്ടം നികത്തി നമ്മൾ തെങ്ങിൻ തൈ നടാൻ തുടങ്ങിയപ്പോ അവൻ നടത്തിയ സമരം ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അവനെ കള്ളക്കേസ് ഉണ്ടാക്കി പിടിച്ചകത്താക്കി. എന്നിട്ട് ആ ഗ്യാപ്പില് നമ്മൾ പാടം മുറിച്ച് വിൽക്കുകയും ചെയ്തു. ഇനി ഇത്തരം കളികളൊന്നും അവന്റെ അടുത്ത് നടപ്പില്ല. ഈ കുന്നും പുഴയും പാടുന്ന കേൾക്കുമ്പോ അവനെന്തിനാ ഹാലടക്കുന്നത്? അവന്റെ കുടുംബസ്വത്തൊന്നല്ലോ. അവനെ പോലുള്ള ചിലർ സമരം ചെയ്യുന്നത് കൊണ്ടാ ഈ കുന്നും പുഴയും പാടവും ഒക്കെ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. അല്ലെങ്കിൽ 3500 ഏക്കറുള്ള ഈ 90കര പഞ്ചായത്തിന്റെ മുകളിലുള്ള ആകാശം പോലും നമ്മൾ വിറ്റ് കാശാക്കിയനെ. നിർത്തണ ചാണ്ടി, നീ അന്നമ്മയുടെ ആവോലിയും അവറാന്റെ സ്കോച്ചും വിഴുങ്ങിയിട്ട് അവന്റെ മഹത്വം വിസ്തരിക്കണ്ട. അയ്യോ ഇളയപ്പ, മറ്റൊന്നും തോന്നരുത്. 2 ഉള്ളിൽ ചെന്നാ ഞാൻ ഉള്ള സത്യം പറഞ്ഞു. ജന്മവാസനയാ, അപ്പനപ്പൂപ്പന്മാരായിട്ട് കിട്ടിയതാ. അവൻ ജയിച്ചു വന്ന ആകെ പ്രശ്നമാവും. നമ്മുടെ പരിപാടികളെല്ലാം കുഴപ്പത്തിലാവും. അതെ, അവൻ കുഴപ്പത്തിലാക്കും. നീ ഇങ്ങനെ എഴുതിയിൽ എണ്ണ ഒഴിക്കാതെ എന്തെങ്കിലും വഴി പറഞ്ഞാ ചാണ്ടി. ഒരു വഴിയുണ്ട്. എന്താ? അവനൊരു ഗാന്ധിയനായതുകൊണ്ട് നമ്മളൊരു ഗോഡ്സെ പകരം ഇറക്കുന്നു. അതാരാള്? ഏത് വാർഡിലെ? 3ാമത്തെ വാർഡിലെ. 3ാമത്തെ അവറാറ്റ് സമാധാനിക്ക്. ശാന്തി പറഞ്ഞതിനാണ് ഐഡിയ. അങ്ങനെ പറഞ്ഞു കൊടുക്കും ഭരത. ബാക്കി നോക്ക്, പെട്ടെന്ന് തീർക്കാം. ഒഴിക്കുതാ. 3ാമത്തെ വാർഡിലൊരു പണിക്കരാണല്ലോ ഈ ഗോഡ്സ്. അതേത്? ഗാന്ധിയൻ PK പ്രഭാകരന്റെ ഉജ്ജ്വല വിജയത്തോടനുബന്ധിച്ചുള്ള ആട്ടിൻ പാലൊഴിച്ച ചായ സൽക്കാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ഇതാരാ? വടക്കപ്പെട്ട സുശീലല്ലേ വരുന്നത്? വടക്കപ്പെട്ട സുശീലയ്ക്ക് അല്പം വഴി കൊടുക്കും. കടന്നു വരൂ, കടന്നു വരൂ. ടിപ്പർ ലോറിയുടെ അടിയിൽ ലാംബി സ്കൂട്ടർ പെട്ടാലുള്ള അവസ്ഥ അറിയാലോ. എന്നപ്പോ നിങ്ങളെ സുബ്രന്തി അവിടെ ഉണ്ട്, വിളിക്കണോ? 2 ബോണ്ട എടുക്കട്ടെ സുശീല. ഒരു കയ്യിൽ എത്ര എണ്ണോടാ ഇരിക്കുന്നത്? നമ്മുടെ മെമ്പർ എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? ചാരായം കുടിച്ച് ഹാപ്പി ആയെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ചായ കുടിച്ച് ഇന്നവരാരും ഹാപ്പി ആയെന്ന് കേട്ടിട്ടില്ല പ്രഭേട്ട. എന്താ അവിടെ? നമ്മുടെ സുബ്രൻ ചത്തോ? ചത്തെങ്കിൽ അവിടെ ചിരിയൊക്കെ കേട്ടണല്ലോ. ഇതൊന്നുമല്ല. എനിക്ക് തോന്നുന്നു പ്രഭേട്ടം വിജയിച്ചത് കൊണ്ട് അപ്പുറത്തെ പഞ്ചായത്തിൽ നിന്ന് വരെ ആൾക്കാർ പുസ്തകം വാങ്ങാൻ വന്നതായിരിക്കും. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. ഒന്ന് മാറിക്ക്. വായിക്ക് എല്ലാരും വായിച്ച് വളരെ. ചേട്ടാ, ഗാന്ധിജി അറിയ. എന്റെ സുബ്ര, ഞാൻ എന്താ ഈ കാണുന്നത്? പ്രഭാകരൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. വൈകിട്ടാവുമ്പോൾ 1000 കോപ്പി ഉറപ്പാ. അല്ല, ഇതെന്താ പുസ്തകം പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുന്നത്? വലിയ ബുക്ക് സ്റ്റാളിലൊക്കെ അങ്ങനെയാ. ഇനി നമുക്ക് കവറുമ്പോ പേര് എഴുതണം, മഹാത്മാ ബുക്സ് 90കര.
ദാ കണ്ടില്ലടാ, ഞാൻ ജയിച്ചപ്പോ ആളുകൾക്ക് എന്റെ ആദർശത്തിന്റെ വില മനസ്സിലായത്. നാളുകളായിട്ട് പൊടി പിടിച്ചു കിടന്ന ഗാന്ധിജി അറിയാന്നുള്ള എന്റെ പുസ്തകം ജനങ്ങൾ ആർത്തിയോടുകൂടി വായിച്ചോണ്ട് പോകുന്ന കണ്ടോ. ഇനി തോന്നൂർക്കര നന്നാവും. ചേട്ടാ 2 കോപ്പി തരൂ, ഒന്നിന്റെ പൈസ നാളെ തരും. പിന്നെ ഇരട്ടി പൈസ കൊടുത്ത ആളുകൾ വാങ്ങാൻ നിൽക്കുമ്പോഴാ കടം തരുന്ന പ്രശ്നമില്ല. അങ്ങനെ പറയാതെ സുബ്ര, ഒരേ സമയത്ത് ഒരു വീട്ടിലെ 2 പേർക്ക് വായിക്കണം തോന്നിയാലോ, ഞാൻ തരാം. ഏയ്, ബുക്ക് സ്റ്റാളിന്റെ മേനർ ഞാനാ, ഇവിടത്തെ കാര്യത്തിൽ തീരാറുണ്ടാ. നീ ഒന്നും മാറി എന്റെ സുബ്ര. അയ്യോ, ഉറങ്ങാത്ത രാത്രികൾ, സുബ്രൻ തോന്നൂർക്കര. എങ്ങനെയുണ്ട്? എന്താടാ അത്? ആ, വടക്കേപ്പാട്ട് സുശീലിന്റെ ആത്മകഥ ഞാൻ എഴുതി അടുപ്പിച്ചതാ. അടുത്ത എഡീഷനിൽ ഭാഷ ഇത്തിരി ശരിയാക്കണം, അവിടെ ഇവിടെ കേട്ട് ഇത്തിരി തറയായി പോയെന്ന് പറഞ്ഞു വിമർശകര്. ഒരു ഡിജിറ്റൽ ഫീൽ ഉണ്ടാക്കാൻ ഒരു സീഡിയും ഒരു കാലത്ത് മലയാള സിനിമ താങ്ങി നിർത്തിയ ചില സിനിമകളിലെ സീനുകൾ കൂട്ടിച്ചേർത്ത ഒരു മിക്സ്. ചെറ്റത്തരം ചെയ്യുന്നുട നായേ. ഏത് ബുക്കിലാ നീ ഇത് ചെയ്തതെന്നറിയാമോ? സോറി, നല്ല ക്ഷമയുള്ള അഹിംസവാദി ആയതുകൊണ്ട് ഗാന്ധിജി ഇത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കരുതി. ആക്രമിച്ച് നാറ്റിക്കലും നശിപ്പിച്ചു കളഞ്ഞോളാം. മോനെ, ഇവിടെ ഏതൊരു പുസ്തകം കൊടുക്കണ്ടെന്ന് കേട്ടു. ഉവ്, ഇതാ വായിക്കാൻ കണ്ണു പിടിക്കുവോ? അത് പിന്നെ ഇത്തിരി വെള്ളെടുത്തുണ്ടെന്നേ ഉള്ളൂ. കന്നഡ വെച്ചാ ഒരു കുഴപ്പമില്ല. സാക്ഷരതാ ക്ലാസ്സിൽ നീ എഴുത്തും വായന പഠിപ്പിച്ച ആളാ. ഒരു കോപ്പി കൊടുക്കട്ടെ? വാ, വാ, വാ. ഞാൻ എന്റെ കൈ എഴുത്ത് കോപ്പി തരട്ടാ. ഇതാരത്? വീട് തെറ്റിയിട്ടൊന്നുമില്ല. അത് മനസ്സിലായി, പക്ഷേ എനിക്ക് മനസ്സിലായി. 4-ാം വാർഡിലെ മെമ്പർ പ്രഭാകരനല്ലേ? രഞ്ജിനിയാടാ ഇത്. ഒരിക്കലും വരാൻ പോണില്ലെന്ന് നീ പറഞ്ഞ രാമകൃഷ്ണന്റെ മോൾ രഞ്ജിനി. അല്ല, അവര് പിന്നെ ഇന്ന് കാലത്ത് അവര് ബോംബെന്ന് വന്നു. നിന്നെ നാട്ടുകാര് പൊക്കിയെടുത്തോണ്ട് നടക്കുന്ന കണ്ടുവെന്നും പറഞ്ഞു. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. ഓ, താങ്ക് യു. ചെറിയമ്മാവൻ അകത്തുണ്ട്, വല്യമ്മാവനായിട്ട് സൽക്കാരത്തിലാ. ഇതിനകത്ത് വെച്ചോ? നീ അതിനിപ്പോ ഒന്നും പറയാൻ നിക്കണ്ട. ഇവിടെ ഒരു കേടായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഉണ്ടായിരുന്നതാ. അതൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞ പ്രഭാകരൻ കേൾക്കില്ല. ഇത് പിന്നെ നിങ്ങൾ വന്നതുകൊണ്ട് കളറിൽ കാണാൻ പറ്റി. കാശില്ലാതൊന്നും അല്ല, പറമ്പിലെയും പാടത്തെയും വരുമാനം മുഴുവൻ കണക്ക് വെക്കുന്ന അവനല്ലേ. ചെലവാക്കില്ല, അത്ര തന്നെ. എനിക്കാണെങ്കിൽ ഈ പ്രായത്തിൽ ഇതൊക്കെ നോക്കി നടത്താനും കണക്ക് വെക്കാനുമുള്ള ശേഷിയില്ല എന്റെ രാമകൃഷ്ണ. അപ്പൊ ഓരോ പ്രാവശ്യം തേങ്ങ ഇടുമ്പോഴും കൊയ്ത്ത് കഴിയുമ്പോഴും ഗോമതിയമ്മായി അക്കൗണ്ട് ബുക്കിൽ എന്തൊക്കെയോ എഴുതി കുറിച്ച് വെക്കാറുണ്ടല്ലോ. അപ്പൊ അതൊന്നും കണക്കല്ലേ വല്യമ്മാവ? അത് പിന്നെ നീയോ ആ പെണ്ണും പറയണതൊക്കെ ഞാൻ ചുമ്മാ ബുക്കിൽ എഴുതിയിരുന്നു എന്നല്ലാതെ അതിനൊക്കെ വല്ല വ്യവസ്ഥ വെള്ളിയാഴ്ച ഉണ്ടോ? ആണുങ്ങൾ ഇരുന്ന് വർത്താനം പറയട്ടെ ഗോമതി, നീ അടുക്കളയിലേക്ക് വാ. എനിക്ക് കുറച്ചു നേരം TV ഒന്ന് കാണണം. നടക്കുമോളെ. ചെറിയമ്മാവനെന്താ ഇത്ര ദിടീന്ന്? ഒരു കത്തോ ഫോണോ ഒന്നും ഉണ്ടായില്ല? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലേക്ക് വരാൻ മുൻകൂട്ടി അറിയിക്കണേ എന്തിനാ അല്ലേട്ടാ? ഒന്ന് ശബ്ദം കുറയ്ക്കുക കേട്ടത്തി. തനിക്കിപ്പോഴും ഒരു പണിയും തൊഴിലും ഒന്നും ആയിട്ടില്ല അല്ലേ? അച്ഛനെയും വലിയച്ഛനെയും പോലെ ഇപ്പോഴും ഊരുതണ്ടലും രാഷ്ട്രീയവും തന്നെ. ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ട്. പറമ്പ് നിറയെ അടയ്ക്കയും തേങ്ങയും ഉള്ളപ്പോ എന്തിനാ മറ്റൊരു ജോലി അല്ലേ? നിക്കേ, താൻ കഴിക്കുന്നോ? മൂപ്പളമയൊന്നും നോക്കണ്ട, വേണമെങ്കിലാവാം. അയ്യോ, തൊണ്ണൂർക്കര പഞ്ചായത്തിലെ മദ്യവിരുദ്ധ സമിതിയുടെ നേതാവായവൻ കൈകൊണ്ട് പോലും തൊഴില്ല, മദ്യം വീട്ടിൽ കയറ്റാൻ സമ്മതിക്കുകയില്ല. അതിപ്പോ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം വിദേശ മദ്യത്തിനെതിരെ സിന്ദാബാദ് വിളിക്കുന്ന കണ്ടല്ലോ വല്യമ്മ. തെറ്റുപറ്റിപ്പോയി. ബ്രിട്ടീഷുകാർ എന്ന് ഇന്ത്യ വിട്ടോ അന്ന് തൊലഞ്ഞു. അതുകൊണ്ട് ഞാൻ നിലപാട് മാറ്റി. ഇഷ്ടപ്പെട്ടില്ല അവരോടുള്ളത് എനിക്ക് എന്തൊക്കെ ഞാൻ കഴിച്ചോളാം.